വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണാറുണ്ടായി കൂടെ ആയിരുന്നു. അതിനുശേഷവും പലരും കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം ജനാധിപത്യ ശൈലിയിലേക്ക് കടന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ നല്ല ചിന്താപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഒരു സന്ദേശം ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് നൽകാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം സുരേഷിന് ഒരുപാട് കാലത്ത് പാരമ്പര്യമുണ്ടല്ലോ, ജനങ്ങൾക്ക് അത് ബോധ്യവുമാണ്. ആ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നിട്ടുള്ള ഈ മാറ്റത്തെ ജനങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത് UDF നല്ല കരുത്തും ആവേശവും പകരുന്നു. മലമ്പുഴയിലെ ഒരു സാധ്യത എങ്ങനെ മലമ്പുഴ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊക്കൽ കൊടി ബന്ധമായിരിക്കും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. UDF-ന്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം, അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, നേതാക്കളെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മലമ്പുഴയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലേക്ക് അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പൊ ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ നോക്കുന്നത്. അല്ല, ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കുടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിൽ നിന്ന് കേരളം അനുഗ്രഹമാകണം. ഇന്നാണ് അത് സാധിച്ചത്. അത് TK ഫിറോസും അലിസാറും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചത്. എന്തായാലും ആ അനുഗ്രഹം കേരളത്തിലെല്ലാ ആളുകളുടെയും എന്നേക്കാളും ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വരാനും തങ്ങളെ കാണാനും അദ്ദേഹത്തിൻ്റെയോട് അനുഗ്രഹം വാങ്ങാനും 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ട് മലമ്പുഴയില് കോൺഗ്രസ് 3ാം സ്ഥാനത്താണ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം തികച്ചും ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റും ഒരു അനുഗ്രഹം വാങ്ങുന്നു. സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ഞാനല്ല പറയേണ്ടത്. മലമ്പുഴ BJP ആണ് 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് 2 തവണയായിട്ട് UDF ആണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തിന്മയുടെ രാഷ്ട്രീയത്തെ വെടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തെയും അതുപോലെ തന്നെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെയും എതിർക്കാനും ജനങ്ങളാകെ കാത്തിരിക്കുകയാണ്. റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. UDF നേതൃത്വം പറഞ്ഞാൽ എന്തായാലും ആരായാലും സ്ഥാനാർത്ഥി ആരായാലും മത്സരിക്കാൻ തയ്യാറാവുന്നത് ഞാൻ ആലോചിക്കാനും പറഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയേണ്ട ആൾ ഞാനില്ല. അരുൺകുമാറാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാവുന്നത് ഹൈപ്പോത്തിക്കലാണ്. അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തീരുമാനം വരട്ടെ, നമുക്ക് അറിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.